എനിക്ക് 3-4 ദിവസമായി ഭയങ്കര പനിയാണ്, വിട്ടുമാറുന്നില്ല. ഇക്കാക്ക് കുറച്ച് കാശുണ്ടെങ്കിൽ തരി, കുട്ടീനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. കാശൊന്നുമില്ല. എടി കാശുണ്ടാക്കാനുള്ള വഴിയുണ്ട്, ഞാൻ പറയും പോലെ ഈ ചെയ്യോ? എടി സിദ്ദീഖ് ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നവനാ, അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടാവും. അവന്റെ പേര് വിവാഹമോചനം ആവശ്യപ്പെട്ടൊരു കേസ് കൊടുക്ക്. കോടതിയിൽ നിന്ന് പെണ്ണ് പറയുന്നതിനാണ് വില. നമ്മുടെ കയ്യിൽ നിന്ന് ബിസിനസിന് വേണ്ടി 2 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് നീ കോടതിയിൽ പറയണം. നിനക്ക് നീ ആഗ്രഹിച്ച പോലെ വിദ്യാഭ്യാസമുള്ള ഒരാളെ കൊണ്ട് ഞങ്ങൾ കെട്ടിച്ചേരുകയും ചെയ്യാം. എന്തൊക്കെ ഇടങ്ങാറാ മക്കളെ ഇങ്ങളി ഉണ്ടാക്കണം. ഒരടങ്ങേറും ഉണ്ടാവില്ല, ഞങ്ങൾ പറയുന്ന പോലെ ഓളോട് ചെയ്താ മതി. മുരളി, ഒന്ന് നിൽക്കൂ. എന്താ മാഷെ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇന്ന് സീനയുടെ ആങ്ങളെ നൗഷാദിനെ കണ്ടിരുന്നു. അവർ സിദ്ദീഖിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അവർ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. കഴിഞ്ഞ ആഴ്ച ഞാനും സിദ്ദീഖും അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അനുഭവിച്ചതാണ്. എന്തായാലും കഷ്ടം നല്ലത് എന്താ പറയാ. മുരളി, നീ ഇത് കണ്ടോ? ഇതെന്താ കിഡ്നി ആവശ്യമുണ്ടെന്നുള്ള വാർത്തയല്ലേ? ഇതും നമ്മൾ തമ്മിലുള്ള ബന്ധം? സീന കോടതിയിൽ വിവാഹബന്ധം വേർപെടുത്തുകയും 2 ലക്ഷം നഷ്ടപരിഹാരം ചോദിക്കുകയും ചെയ്തില്ലേ? അതിനെന്താണ് മാർഗം എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ വാർത്ത. സിദ്ദീഖേ, നീ പറഞ്ഞു വരുന്നത്? അതെ, എന്നൊരു കിഡ്നി വെച്ചിട്ടാണെങ്കിലും ഞാൻ ഈ കാശ് കൊടുക്കും. എന്റെ ജീവൻ വേണമെങ്കിലും ഞാൻ അവൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. അത്രയും ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. കോടതിക്കും നിയമത്തിനും ഞങ്ങളുടെ ബന്ധം വേർപെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ പടച്ച റബ്ബിനെ സാക്ഷിയാക്കി ഞാൻ അവളെ നിക്കാഹ് കഴിച്ചു. ആ ബന്ധം തകർക്കാൻ പഠിച്ചോന്നല്ലാതെ ഒരു കോടതിക്കും കഴിയില്ല. സിദ്ദീഖിന്റെ ജീവിതം വളരെ കഷ്ടം തന്നെയാണ്. കോടതിയിൽ സീന കേസ് കൊടുത്തതിന് കിഡ്നി വിറ്റിട്ടാണ് ഓൻ 2 ലക്ഷം കൊടുത്തത്. ഒരു ഉറപ്പിയ സ്ത്രീധനമാകാതെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്. പെണ്ണ് എന്ത് പറഞ്ഞാലും കോടതിക്ക് പതാണ് വരാം. ഏതായാലും ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഞാൻ അവസാനമായിട്ടാണ് ഓള് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ പടച്ചോൻ ഈ ദുനിയാവിൽ തന്നെ കൊടുക്കും. ഞാനിനി എന്താ ചെയ്യാ? എനിക്ക് പോകാൻ മറ്റൊരിടമില്ല. ഇത്രയും കാലം പലയിടങ്ങളിലായി ഞാൻ നിന്നു. കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമോ? എന്താ സിദ്ദീഖേ ഈ പറയുന്നത്? ഞങ്ങൾക്ക് തന്നെ ഇവിടെ കഞ്ഞില്ലാതെ നിൽക്കുമ്പോയാ നിന്റെ വക എഴുന്നള്ളല്. എവിടെയെങ്കിലും പോയിക്കോ, ഈ വളപ്പ് കണ്ടുപോരുത്. ഉമ്മ അടിച്ചിറക്കുന്നതിന്. എന്താ മനുഷ്യ നിങ്ങൾ പറയണത്? നിങ്ങൾ അനിയനല്ലേ സിദ്ദീഖ്? അനിയനാണോ പെങ്ങളാണോ നീ നോക്കാൻ നിൽക്കണ്ട. നീ നിന്റെ പണിയെടുത്തോ. നിന്റെ വാപ്പാന്റെ ആട്ടു തുമ്പും കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഞാൻ. അങ്ങനെ ബന്ധത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നിന്റെ വാപ്പ എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇവിടെയുള്ള ഇറങ്ങാറിന്റെ കൂടെ എന്റെ വക കൂടെ ഒരു ഇറങ്ങാറുണ്ടാക്കാണ്ട് പോ പോ. സങ്കടപ്പെടേണ്ട പോലെ പോട്ടെ. എടാ സിദ്ദീഖ്, ഈ അറിഞ്ഞോ നിന്റെ സീനയെ 2ാമത് വിവാഹം കഴിപ്പിച്ചു അവളുടെ ആങ്ങളമാര്. ആദ്യ ഭാര്യ മരിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, പേര് സംസുതി. എടാ അതെങ്ങനെ സംഭവം? സീനാന്റെ മൊഴി സിദ്ദീഖ് ചൊല്ലിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വേറെ ആൾ കെട്ടിച്ചു നോക്കുന്നത്? സിദ്ദീഖിനെ കൊണ്ട് കോടതിയിൽ നിർബന്ധിച്ച് പോയി ചെല്ലിപ്പിച്ചല്ലോ. എന്താ സിദ്ദീഖിനോട് ചോദിച്ചോക്ക്. എന്തെങ്കിലും ഈ പറയുന്നത്? ഒരാൾ നിർബന്ധിച്ച് ചൊല്ലിച്ചാൽ തീർന്നതാണോ തലാക്ക്? ഇന്ന് ഇങ്ങനെ തീർത്താൽ തീരുമെന്ന് കരുതിയിട്ടാവും സീനന്റെ വീട്ടുകാര് ഓളെ ആ സർക്കാർ ജോലിക്കാരനെ കൊണ്ട് കെട്ടിച്ചത്. എന്താ കഥ? ഒരാൾ നിക്കാബന്ധം പറയാതെ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിക്ക? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സീന എന്നും എന്റെ ഭാര്യയാണ്.
ഇവിടത്തെ പ്രശ്നം മൻസൂറാണ്. ബീരാനാജിയുടെ ആദ്യ ഭാര്യയിലെ മകൻ മൻസൂർ. അതാണ് അനന്തം മാഷ് പറഞ്ഞത് മുകളിൽ ആളുണ്ട്. മനസ്സിലായ? ആരാണ് മുകളിൽ ഇത്രയും നേരമായിട്ട്? എടാ ഇവിടെ അല്ലാത്തവനെ ദൈവത്തെ കുറിച്ചായി പറയുന്നേ. അപ്പൊ നേരത്തെ കോര് പറഞ്ഞു ബീരാനാജിലെ ആദ്യ ഭായിലെ മകൻ മൻസൂറിനെ പറ്റി. എന്റെ ബാപ്പുട്ടിയെ ഇത് ഇത്ര അന്തലോത്തനായോ? നമ്മളെ ബീരാനാജിന്റെ മകൻ മൻസൂർ പണ്ട് നമ്മളെ സിദ്ദീഖിനോട് കാട്ടിയ ക്രൂരതക്ക് ഓനിപ്പോ നല്ല തിരിച്ചടി കിട്ടിയെന്ന്. അതാണ് ദൈവം മുകളിലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ മൻസൂറിന് എന്തേ പറ്റി? അവനിനി എന്താ പറ്റാനുള്ളത്? അവന് ഡൽഹിയിലും ബോംബെയിലുമായി ബന്ധപ്പെട്ടെന്തോ കള്ളക്കടത്തുണ്ടായിരുന്നു അത്രേ. അതില് അവൻ ആരെയോ പറ്റിച്ച് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങോട്ട് കൊടുത്തു. അതിനവന് കള്ളക്കടത്തുകാർ നല്ല സമ്മാനവും കൊടുത്തു. മൈസൂരിൽ വെച്ച് അവന്റെ കാറ് തടഞ്ഞ് അരയ്ക്ക് താഴെ അടിച്ചു തകർത്തു. 5 മാസത്തെ ചികിത്സ കഴിഞ്ഞ് ഇന്നലെയാണ് ഇവിടെ എത്തിയത്. എന്റെ പെങ്ങടെ മോൻ ഒരാൾ മൈസൂരിൽ നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റാത്ത രൂപത്തിൽ അരയ്ക്ക് താഴെ അടിച്ച് തകർത്തിട്ടിരിക്കുക. എന്തിനാണ് നീ കരയുന്നേ? അവനത് സംഭവിച്ചാൽ എല്ലാവർക്കും തൃപ്തിയുള്ളൂ. മാത്രവുമല്ല എല്ലാരും നന്നായിന്നാ പറയുന്നേ. ഇനി എന്തിനാ ഈ കരയണേ? അവന് വേണ്ട നല്ലൊരു പെണ്ണിനെ കണ്ടുവച്ചിരുന്നു. പൂത്ത കാശും കൊണ്ടോ നല്ല കമ്മീഷൻ തരാന്ന് പറഞ്ഞിരുന്നു. എല്ലാം വെള്ളത്തിലായില്ലേ? ആരാത് കീഴ്പാടില്ലാത്ത പോലെ ഏത് പെണ്ണിനെ ഓര് കിട്ടുക? അപ്പേ നമ്മളെ വിധി. മൻസൂറേ എന്താ എന്നെ വിളിച്ചത്? ഒന്ന് ടോയ്ലറ്റ് പോണ്ടേനി, അതിനാ വിളിച്ചത്. ഉമ്മ ഒന്നും വേണ്ടിയിരുന്നില്ല. അവർക്കും കൂടെ അവകാശപ്പെട്ട സ്വത്തുക്കളല്ലേ ഇതെല്ലാം. ബാപ്പാന്റെ മയ്യത്തിന്റെ കഴിച്ചല്ലേ നമ്മൾ ഇതെല്ലാം കരസ്ഥമാക്കിയത്. എന്തുണ്ടായിട്ടെന്താ? അനുഭവിക്കാനുള്ള യോഗം പടച്ചോൻ തരണ്ടേ? നിന്റെ കുട്ടീനെ ചികിത്സിക്കാൻ പൂത്ത കാശൊന്നും എന്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തരില്ല. നീ എന്റെ നോക്കി പ്രവർത്തിക്കണേ. നിന്റെ മറ്റവനില്ലേ സിദ്ദീഖ്, അവനോട് പോയി ചോദിക്കടി. നീ എന്തിനാ കരയണേ? നിന്നെ ഞാനൊന്ന് കൊല്ലും. നിന്നെ മോനെ എന്തടി നിനക്ക്? അവളും അവളെ കുട്ടി മറക്കാൻ കഴിയില്ല സീന, വെറുക്കാൻ കഴിയില്ല നിന്നെ. വെറുക്കാൻ ഞാനില്ല മുത്തേ, മുഹബത്തിൽ കരളിൻ സത്തേ. അടുക്കാൻ നേരമായി മുന്നിൽ ഞാനിരിക്കുമ്പോൾ നീ എന്നും പിന്നിൽ. അകലുന്നതെന്താ പൊന്നേ, അകലുന്ന ബന്ധങ്ങളെന്നും. കണ്ടു അയാള് കാണിച്ചത്. എന്നെ മോളെ അടിച്ചു. ആശുപത്രി പോവാൻ കാശ് ചോദിച്ചേന. ഇനി മേലാലന്റെ പരാതി ഇവിടെ കേട്ടുപോകരുത്. വിദ്യാഭ്യാസമുള്ള ഒരാളെ വേണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വിദ്യാഭ്യാസം ഉണ്ട്, സർക്കാർ ഉദ്യോഗമുണ്ട്. ഓന്റെ കള്ളൂടി മാറ്റാനൊന്നും ഇന്നെ കൊണ്ട് പറ്റൂല. ഒക്കെ സഹിക്ക.
കഞ്ഞിപ്പാളുങ്ക പൊന്നുങ്കിനാവ സുന്ദരി തള്ളാറ്. ഞാൻ ആടി ആടി നടക്കുന്നത് വെറുതെന്നല്ല, ഞാൻ കുറച്ച് കള്ളുടിച്ചു. ഇസ്ലാം കള്ളുടിച്ചു. അതൊക്കെ ഒരു കഥയാണ്. നിങ്ങൾ കൂടുതലൊന്നും പറയാതെ ഒരു ചായ മരുന്നും കാട്ടിക്കാണ്. എന്റെ തൊള്ളിലൊക്കെ എന്റെ ചായ ഗ്ലാസ് തേങ്ങ സുലൈമാനെ. ഈ കുഞ്ഞേമാക്കന്റെ ഒരു പേടി. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞു അഭിനയിച്ചതാ. ഇഞ്ച പെണ്ണുങ്ങൾ തെറ്റിപ്പോയത് നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാം. ഓളെ വാപ്പ വരാന്ന് പറഞ്ഞേക്കണ്. അപ്പൊ ഞാനീലെ കള്ള് കുടിച്ച് നടക്കണ കണ്ടാല് മൂപ്പര് മകളുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാതെ മൂപ്പര് തിരിച്ചു പോകും. ഓളോട് പറഞ്ഞേക്കൂല. അപ്പൊ സുലൈമാനെ ഇച്ചും പെണ്ണും തമ്മിലുള്ള പ്രശ്നം തീരണ്ടേ? തീരണ്ടാന്ന്. ഓള് പോയതിനു ശേഷം എത്ര സമാധാനം അറിയങ്ങൾക്ക്. നോക്കി ആരാപ്പത്? കുഞ്ഞുപോയേക്കാ, എന്തൊക്കെ വിശേഷങ്ങൾ? ആ ഞാൻ തന്നെ. അല്ലേ എവിടെയപ്പോ? അതൊക്കെ ഒരു കഥ. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ മുരളിനെ ഇവിടുന്ന് സിദ്ധിക്കാൻ കിട്ടിയത് ആദ്യം ഞാൻ മുരളിയുടെ വീട്ടിലാണ് പോയത്. ഇവൻ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മളെയൊക്കെ തീരെറ്റിക്കുകയായിരുന്നു. ഇന്ന് നേരിൽ വന്ന് കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത്. നീ എവിടെയായിരുന്നു എന്നുള്ളത് പറഞ്ഞില്ലല്ലോ. 3 വർഷം മുൻപ് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന താങ്ങാനാവാത്ത ജീവിത ദുരിതങ്ങളിൽ മനമടുത്ത് നിങ്ങളോട് ആരോടും പറയാതെ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടുമില്ലാതെ പോയി. തൃശ്ശൂരിൽ വെച്ച് ഒരു പേടിയ തിണ്ണയിൽ തല ചായ്ക്കാൻ ഒരുങ്ങിയ എൻ്റെ മുന്നിലേക്ക് പടച്ചവൻ ഹൈദരാജിയുടെ രൂപത്തിൽ കടന്നു വന്നു. ഇതാണ് സത്യം. ഹൈദരാജിയോ? അതാരാള്? ദീകിന്റെ ബാപ്പാന്റെ ചങ്ങാതി പണ്ട് ഇവിടെ വരാറുണ്ടായിരുന്നു, ഹൈദരാജ്. അയാളെ കാരണം കൊണ്ട് ഞാൻ ദുബായിലെത്തി. ഇവിടെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി. ആഗ്രഹങ്ങളൊക്കെ സബലായി. ഉമ്മ, ആ തള്ളെന്നെ അടിച്ചു. എന്റെ ഉമ്മാന്റെ കുട്ടിക്ക് പറ്റിയത്? അരിപ്പാത്രം എന്റെ കയ്യിൽ നിന്ന് ചാടിയന്. റബ്ബേ, ഇത് കാണുന്നില്ല. ഉമ്മ, റജുല, മോനെ എവിടെയായിരുന്നു ഇത്രയും കാലം? അതൊക്കെ ഞാൻ പറയാം. നിങ്ങളെല്ലാരെയും കൊണ്ടുപോകാനാ ഞാൻ വന്നത്. മോനെ, അന്നെ ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പഠിച്ചാൻ പോലും പുറക്കാത്ത തെറ്റാ ഞങ്ങൾ എന്നോട് ചെയ്തത്. അതെല്ലാം എന്റെ വിധിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. അതിൽ നിങ്ങൾ കുറ്റക്കാരല്ല.
സീന, നീ എന്റെ കൂടെ വരണം. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. മരിക്കാനും ജീവിക്കാനും നീ എന്റെ കൂടെ വേണം. ഇല്ല, എനിക്കതിന് കഴിയില്ല. ഞാൻ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പഠിച്ചും പോലും പൊറുക്കാത്തതാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. നിങ്ങളുടെ ജീവൻ വിറ്റ കാശ് വരെ ഞാൻ വാങ്ങിയവളാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള അർഹത എനിക്കില്ല. വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അതൊന്നും സാരമില്ല. നീ എന്റെ കൂടെ പോരണം. എനിക്ക് നിന്നെ വേണം, നമ്മുടെ കുഞ്ഞിനെ. ഇല്ല, ഞാൻ വരില്ല. നീ എന്നും വിദ്യാഭ്യാസമില്ലാത്തവനെന്ന് പറഞ്ഞ് സിദ്ദീഖിനെ തഴഞ്ഞിട്ടേ ഉള്ളൂ. ഒരു കാര്യം നീ ഓർക്കണം, സ്നേഹത്തിന് മുന്നിൽ വിദ്യാഭ്യാസത്തിന് സ്ഥാനമില്ല. സ്നേഹമാണ് ഏറ്റവും വലുത്. അതിൽ കവിഞ്ഞേ മറ്റെല്ലാം ഉള്ളൂ. എന്താ സിദ്ധിക്ക്, അനക്ക് പ്രാന്തായോ? ഈ ഇവിടെ പിന്നെ എന്റെ ഭാര്യയായിട്ട് കൊണ്ടുവരാ? അന്നെ എത്രമാത്രം ദ്രോഹിച്ചോളാം ഇവള്. അനക്ക് എത്ര പെണ്ണ് വേണം ഞങ്ങൾ ഉണ്ടാക്കി തരാം. എന്നാലും ഈ ഇവളെ സ്വീകരിക്കരുത്. സിദ്ദീഖിന് വേറെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അവൻ സ്നേഹിച്ച പെണ്ണിനെ അവന് കിട്ടില്ല. അവന്റെ കുഞ്ഞിന്റെ ഉമ്മാന് കിട്ടില്ല. അവൻ സ്നേഹിക്കാണ്. അവന്റെ കുഞ്ഞിന്റെ ഉമ്മ സീനയാണ്. ഒരു ഉമ്മ, ഒരു ബാപ്പ, അതിലുള്ള മക്കൾ. ആ ഒരു കുടുംബജീവിതം അതൊരു സുഖം തന്നെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഭാര്യമാർ തെറ്റിപ്പോകുമ്പോൾ വേറെ പെണ്ണ് കെട്ടി അതിലും ഇതിലുമൊക്കെ കുട്ടികളായി ജീവിച്ചു കഴിഞ്ഞാൽ രണ്ട് തള്ളാരിലുള്ള മക്കൾക്ക് ബാപ്പ ഒന്ന് തന്നെ. പക്ഷേ രണ്ട് തള്ളാരിലുള്ള മക്കൾക്ക് ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കാൻ കഴിയുമോ? ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? നിങ്ങളെല്ലാം സിദ്ദീഖിനെ കണ്ട് പഠിക്ക്. എന്തെല്ലാം തെറ്റുകൾ അവൾ ചെയ്തു. എന്നിട്ടും അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവന്റെ ആ മനസ്സുണ്ടല്ലോ, അതൊന്ന് കണ്ട് മനസ്സിലാക്കണം നിങ്ങൾ. നിന്റെ കൂടെയുള്ള ജീവിതം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. പക്ഷേ ഈ ദുനിയാവിൽ അത് നടന്നില്ല. ജന്മത്തിലെങ്കിലും നീ എന്റെ ഭാര്യയായിട്ട് ഒരുമിച്ച് തീരും വരെ ജീവിക്കണം.
മറക്കാൻ കഴിയില്ല സീന, വെറുക്കാൻ കഴിയില്ല നിന്നെ, വെറുത്താൽ ഞാനില്ല മുത്തേ, മുഹബത്തിൻ കരളിൻ സത്തേ, മറക്കാൻ കഴിയില്ല സീന, വെറുക്കാൻ കഴിയില്ല നിന്നെ, വെറുത്താൽ ഞാനില്ല മുത്തേ.